അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ 2 കപ്പ് മൈദ പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റവ, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നമുക്ക് ഈ മാവുപൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓയിലൊക്കെ നമ്മുടെ പൊടിയിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ അങ്ങനെ അതുപോലെ ഒന്ന് ഉണ്ടായിട്ട് നിൽക്കണം. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ്. വീണ്ടും നമുക്ക് പൊടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഒരുപാട് തിന്നായി പോകരുത്. ഇതുപോലൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനൊരു കുപ്പിയുടെ അടപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുള്ള സ്നാക്സാണിത്. എല്ലാം നമുക്ക് ഇതേപോലെ ഈ അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുഴുവൻ മാവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ പ്ലേറ്റ് നിറയെ ഒരു ചെറിയ പ്ലേറ്റിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല. നമ്മുടെ സ്നാക്സ് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അത് അത്രയേ ഉള്ളൂ. നമുക്കൊരു പ്ലേറ്റ് നിറയെ സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.